ഇടതുപക്ഷ ഗവൺമെൻറ് പോലീസ് നയം ജനങ്ങളെ ക്രൂരമായി അടിച്ചൊതുക്കുന്ന പോലീസ് നയമല്ല. EMSൻ്റെ സർക്കാർ 1957 അംഗീകരിച്ചതാണ് തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല എന്ന്. ആ നയം തന്നെയാണ് ഇടതുപക്ഷം തുടരുന്നത്. എന്നാൽ സർക്കാരിൻ്റെ നയം പോലീസ് സേനയിലെ ചിലർ അത് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നിയമപരമായ നടപടികളിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ് ശരിയായ കാഴ്ചപ്പാട്. പോലീസ് തെറ്റ് ചെയ്യേണ്ട ഒന്നല്ല, ശരി ചെയ്യേണ്ട സേനയാണ്. തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ തെറ്റിൻ്റെ ലഘുഗുരുത്വം നോക്കി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുക എന്നതാണ് ഇക്കാലം അത്രയും ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് 114 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പുറത്താക്കിയത്. അത് കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇല്ലാത്തതാണ്. ഒറ്റപ്പെട്ട 1 2 ഒക്കെ ഉണ്ടായേക്കും. അപ്പോൾ തെറ്റ് ചെയ്യുന്നവർക്ക് പോലീസ് സേനയിൽ സംരക്ഷണം നൽകില്ല. അതാണ് സർക്കാരിൻ്റെ നയം. അതുതന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികൾ. മുൻകാലങ്ങളിൽ അടക്കം നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള പരാതികൾ ഇപ്പോഴാണ് ഉയർന്നു വരുന്നത്. അതിന്മേൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതിലെല്ലാം അന്വേഷണം നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണം നടത്തി വസ്തുത എന്താണോ ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുക്കുക. അത് DYFI ആണോ യൂത്ത് കോൺഗ്രസ് ആണോ എന്ന വ്യത്യാസം ഗവൺമെന്റിനില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും നീതി ലഭിക്കണം. അല്ല, അതെ, ഇപ്പം കുറച്ച് നടപടിയെടുത്തല്ലോ. അപ്പോൾ അന്വേഷണം നടന്നു വരുന്നു. അത് സ്വാഭാവികമായും ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു നടപടികൾ. അതേ മുഖ്യമന്ത്രിയാണ് 114 ആളുകളെ ടെർമിനേറ്റ് ചെയ്യുന്ന ഉത്തരവ് ഇറക്കിയത്. അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നേരത്തെ സ്വന്തം അനുഭവത്തിൽ തന്നെ ലോക്കപ്പ് മർദ്ദനം നേരിടേണ്ടി വന്നയാളാണ്. അത്തരമൊരാൾ പോലീസ് സേനയിൽ തെറ്റായ കാര്യങ്ങൾ നടക്കുമ്പോൾ ആരെങ്കിലും സർക്കാരിൻ്റെ നയത്തിന് വിരുദ്ധമായി വ്യക്തികളെ ആക്രമിക്കുമ്പോൾ മറ്റൊരു രീതിയിലേക്ക് പോകുന്ന ആളല്ല എന്നത് ജനത്തിനറിയാം.